ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിനൂസ് വേൾഡ്. ഇന്ന് നമുക്കൊരു റെസിപ്പി വീഡിയോ ആയാലോ? കുറേ ദിവസമായല്ലോ നമ്മൾ റെസിപ്പിയൊക്കെ ഇട്ടിട്ട്. അതേ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചേനക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. തേങ്ങയൊന്നും അരക്കാതെ വളരെ ഈസി ആയിട്ട് എങ്ങനെ ചേനക്കറി ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോൾ ഇവിടെ നാടൻ ചേനയൊന്നല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്. നാടൻ ചേനയൊക്കെ നിങ്ങൾ നാട്ടിലുള്ളവർക്കൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് ഇച്ചിരി ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. ഈ ഒരു കണക്കിനാണ് കേട്ടോ ഞാൻ പറയുന്നത്, ഈ ഒരു പീസിൻ്റെ കണക്ക്. അതിന് തന്നെ നമുക്ക് ചേനയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ചേന കഴുകുമ്പോഴും അതുപോലെ ചേനമ്മ പണിയെടുക്കുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. നല്ല ചൊറിച്ചിലായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് ഇങ്ങനെ തൊലിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ആ ചൊറിച്ചിലിന് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും. എന്നിട്ടിപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചേനയോടാണ് കളി, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ചേന തൊട്ടിട്ട് നമ്മുടെ കുട്ടികളെയും തൊടാവരുത്. എന്താ വെച്ചാൽ അപ്പോൾ അവർക്കൊക്കെ ഈ ചൊറി വരും കേട്ടോ, ഈ ഒരു ചൊറിച്ചിൽ വരും. ഇനി നമുക്കൊരു കുക്കറിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കാരണം നല്ലൊരു ഫ്ലേവർ വരും ഈ ഒരു കറിക്ക്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. പിന്നെ ഒരു തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം പഴുത്ത ഒരു തക്കാളിയാണ്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടെടുക്കേണ്ടത്. അതിൻ്റെ അളവാണ് ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ആ ചേനയുടെ മുകളിൽ ഇങ്ങനെ പാകി നിൽക്കണം, അതാണ് അതിൻ്റെ ഒരു പാകം. ഇതുപോലെ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ വരുമ്പോഴേക്കും നല്ല ചേനയ്ക്കാണെങ്കിൽ വെന്ത് വരും കേട്ടോ. ഇതിപ്പോൾ 4-5 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കുമ്പോൾ ഇതിങ്ങനെ ഉടഞ്ഞു പോവും. അപ്പോഴാണ് ചേന വെന്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ? ഇനി ഇതൊന്ന് വറുവിടുക. അതിന് വേണ്ടിയിട്ട് വറവിടാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു ട്രഡീഷണൽ ടേസ്റ്റ് ഇതിന് വരിക. അതിലേക്ക് ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റി 10-20 എണ്ണം ചീരുള്ളി എടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ആ വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൂപ്പിക്കുക. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉണക്കമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയാണ് നമ്മൾ വറവിന് എടുക്കേണ്ടത്. എന്നിട്ട് നല്ലോണം ഈ ഒരു ചെറിയ ചൂടിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഉള്ളിയൊക്കെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെറുതാക്കി ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഉള്ളിയുടെ ഫ്ലേവറും ആ ഉള്ളിയൊക്കെ മുരിഞ്ഞ് വരുന്നൊരു ഫ്ലേവർ ഉണ്ടല്ലോ, അതൊക്കെ നല്ലോണം നമ്മളെ കറിക്ക് കിട്ടുള്ളൂ. ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ വേണം നമ്മൾ ഈ ഒരു ചേന നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ കണ്ടോ, നമ്മൾ ചേനയൊക്കെ അത്യാവശ്യം നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. അധികം ഫുള്ളായിട്ട് ഉടക്കും ചെയ്യരുത് കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയതാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും.